Hi students, welcome all. In this session, we will start or discuss a new chapter. It's the part of an autobiography of our father of our India, Mahatma Gandhi. Okay. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായ ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫീൻ്റെ ഒരു പാർട്ട്, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഒരു പാർട്ടാണ് ടോൾസ്റ്റോയ് ഫാം. അതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്ട് നോക്കാം. വി ഹാവ് ബീൻ മൂവ്ഡ് മച്ച് ബൈ ദ മെറ്റേണൽ ലവ് ഷോൺ ബൈ ദ ചൈനാമാൻസ് വൈഫ്. നമ്മുടെ ചൈനാമാൻ്റെ വൈഫ് കാണിച്ച മാതൃപരമായ സ്നേഹമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഹിയർ ഈസ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ലവ് പ്രാക്ടീസ്ഡ് ബൈ ഗാന്ധി. ഇവിടെ ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗോളതലത്തിലുള്ള ഒരു എല്ലാ രീതിയിലുമുള്ള ഒരു ലവ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിൻ്റെ സ്നേഹം എങ്ങനെയായിരുന്നു, പ്രകടനം എങ്ങനെയായിരുന്നു, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദാറ്റ് എംബഡീസ് ഓൾ ഹ്യൂമൻ വാല്യൂസ്. അതിലെന്തെങ്കിലും എല്ലാ ഹ്യൂമൻ വാല്യൂസും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു അത് ഗാന്ധിജിൻ്റേത്. ദിസ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്സ്. ഇതെന്താണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് എന്ന ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത കുറച്ച് പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. where he describes his life with the innards of the Tolstoy farm. ഇതിൽ എന്താണ് ഇതിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഒരു ഫാം ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. അവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ അന്തേവാസികളുടെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് അതെന്താന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, ടോൾസ്റ്റോയ് ഫാം, മഹാത്മാ ഗാന്ധി. നമുക്ക് പ്രൊഫൈൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ നാഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ചെറുപ്പ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ടോൾസ്റ്റോയ് ഫാം എന്താണെന്നുള്ളത് നോക്കാം. ടോൾസ്റ്റോയ് ഫാം വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ട്രാൻസ്വാൾ, സൗത്ത് ആഫ്രിക്ക ഇൻ 1910. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അല്ലേ. നമ്മുടെ എന്തായിരുന്നു, വക്കീലിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എവിടെ പോയിരുന്നു, സൗത്ത് ആഫ്രിക്കയിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിച്ചിട്ട് തുടങ്ങിയ ഒരു ഫാമാണ്, ഒരു ഏരിയയാണ് എന്ത്, ടോൾസ്റ്റോയ് ഫാം. ഓക്കെ, 1910 1915 ഗാന്ധിജി ഇന്ത്യയിലെത്തിയ അല്ലേ. അപ്പോൾ 1910 തുടങ്ങിയ ഒരു ഫാം, അതാണ് ടോൾസ്റ്റോയ് ഫാം. ഇറ്റ് ബിക്കെയിം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ക്യാമ്പയിൻ ഓഫ് സത്യാഗ്രഹ, അതായത് നോൺ വയലൻസ് സത്യാഗ്രഹ, നോൺ വയലൻസ് അഹിംസയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയായിരുന്നു. ഈ ക്യാമ്പയിൻസൊക്കെ, ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഈ ടോൾസ്റ്റോയ് ഫാമിലായിരുന്നു. ദ ഫാം 21 miles away from Johannesburg had been bought by Herman Kallenbach, one of Gandhiji's supporters. ഇത് 21 miles ജൊഹാനസ്ബർഗ് എന്ന് പറയുന്ന മെയിൻ സിറ്റിയിൽ നിന്ന് 21 miles എവേ ആയിരുന്നു ഈ ഫാം. അത് വാങ്ങിയത് ഹെർമൻ കെല്ലൻബെങ്ക് ആയിരുന്നു വാങ്ങിയത്, ഗാന്ധിജിന്റെ ഒരു സപ്പോർട്ടർ ആയിരുന്നു. Okay, both Kallenbach and Gandhiji were highly impressed by Tolstoy's writing. കെല്ലൻബെക്കും അതുപോലെ ഗാന്ധിജിയും ടോൾസ്റ്റോയിന്റെ സ്റ്റോറികൾ റൈറ്റിംഗ്സിലൊക്കെ ഭയങ്കര ഇംപ്രസ്ഡ് ആളായത്. അങ്ങനെയാണ് ഈ ഫാമിന് എന്ത് ചെയ്തു, സോ ദേ ഡിസൈഡഡ് ടു നെയിം ദ ഫാം ആഫ്റ്റർ ടോൾസ്റ്റോയ്. അതുകൊണ്ട് ഈ ഫാമിന് ടോൾസ്റ്റോയ് എന്നുള്ള പേര് ഇടാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ഫാം വേർ സ്കൂൾഡ് ബൈ ഗാന്ധിജി ഹിംസെൽഫ്. ഇവിടുത്തെ ഇൻമേറ്റ്സ്, ഇവിടുത്തെ അന്തേവാസികൾ എന്നാൽ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആരായിരുന്നു, ഗാന്ധിജി തന്നെയായിരുന്നു. ഓക്കെ, ഇത് എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പാർട്ട് ഓഫ് ശ്രദ്ധിക്കുക, ഇറ്റ്സ് പാർട്ട് ഓഫ് ആൻ ഓട്ടോബയോഗ്രഫി. നമ്മൾ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ബയോഗ്രഫി പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ചരിത്രം മറ്റൊരു വ്യക്തി എഴുതുന്നതാണ് എന്ത്, ബയോഗ്രഫി. പിന്നെ ഒരു വ്യക്തിയുടെ ചരിത്രം, ആ വ്യക്തി ജീവിത ചരിത്രം ആ വ്യക്തി തന്നെ എഴുതുകയാണെങ്കിൽ അത് ഓട്ടോബയോഗ്രഫി. ദിസ് ഈസ് ആൻ ഓട്ടോബയോഗ്രഫി. ഓക്കെ, ഒരു ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിയാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ആസ് ദ ഫാം ഗ്രീവ് it was found necessary to make some provision for the education of its boys and girls. There were among these Hindu, Musliman, Parsi and Christian boys and some Hindu girls. It was not possible and I did not think it necessary to engage special teacher for them. എന്താ പറയുന്നത്, ആസ് ഫാം
ഫാം ഇങ്ങനെ വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഫാം 1910 തുടങ്ങിയതാണ്. ഈ ഫാം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ഫൗണ്ട് നെസസറി ടു മേക്ക് സം പ്രൊവിഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഫാമിൽ അന്തേവാസികൾ ഇൻമേറ്റ്സ് ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് മനസ്സിലായി എന്ത്, ഇവിടുത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഗേൾസിനും ബോയ്സിനും ഒക്കെ എഡ്യൂക്കേഷൻ നൽകണം എന്നുള്ള ഒരു കാര്യം അത് നിർബന്ധമാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. There were among these അതിൽ സ്റ്റുഡൻസ് ആരൊക്കെയായിരുന്നു? ഹിന്ദുസ് ഉണ്ടായിരുന്നു, മുസൽമാൻസ് ഉണ്ടായിരുന്നു, പാസീസ് ഉണ്ടായിരുന്നു, ആൻഡ് ക്രിസ്ത്യൻ ബോയ്സ് ഉണ്ടായിരുന്നു, പിന്നെ സം ഹിന്ദു ഗേൾസ്. ഇവരൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഇൻമേറ്റ്സിലെ മിക്ക ആളുകളും ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചർ ഫോർ ദം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ടീച്ചേഴ്സിനെ ഇവർക്ക് കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലായിരുന്നു, നടക്കാത്ത കാര്യമായിരുന്നു. അതുപോലെ അത് ആവശ്യമില്ല എന്നുള്ളത് ആര് ഗാന്ധിജി വിചാരിച്ചിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് were scarce, and even when available, none would be ready to go to a place 21 miles distant from Johannesburg on a small salary. അത് എന്താണ് പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് were scarce. എന്തായാലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സ് അവിടെ കുറവായിരുന്നു. സൗത്ത് ആഫ്രിക്കയാണ്, അവിടെ കുറവായിരുന്നു ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റിയ ടീച്ചേഴ്സ് കുറവായിരുന്നു. ആൻഡ് ഈവൻ വെൻ അവൈലബിൾ, ഇനി അവിടെ ഉണ്ടെങ്കിൽ തന്നെ none would be ready to go to a place 21 miles away from ജൊഹാനാസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. നമ്മൾ പറഞ്ഞ ജൊഹാനാസ്ബർഗ് എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് 21 മൈൽ അകലെയാണ് ഈ എന്തുള്ളത്, നമ്മുടെ ഫാം ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഒരു ചെറിയ സാലറിയുമായിട്ട് ടീച്ചേഴ്സ് അവിടെ വരില്ല എന്നുള്ളത് ഷുവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്വാളിഫൈഡ് ടീച്ചേഴ്സിന് വെക്കുക എന്നുള്ളത് നോട്ട് പോസിബിൾ, ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, ആൻഡ് I did not think it necessary to import teachers from outside the farm. പിന്നെ ഞാൻ തീരുമാനിച്ചത് ഫാമിൻ്റെ പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ ഇമ്പോർട്ട് ചെയ്യാൻ കൊണ്ടുവരുന്നത് ആവശ്യമില്ല. I did not believe in existing system of education, and I had a mind to find out by experience and experiment the true system. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസമില്ല. അത് മാത്രമല്ല, എൻ്റെ മനസ്സിലുണ്ട് ഒരു പുതിയൊരു സിസ്റ്റം, ഒരു നല്ലൊരു സിസ്റ്റം കണ്ടെത്തണം. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ പരീക്ഷണങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എനിക്കൊരു ട്രൂ സിസ്റ്റം, നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല, അത് ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എനിക്ക് തീരെ ഇൻട്രസ്റ്റഡും അല്ല. ഓക്കെ, ഓൺലി ദിസ് മച്ച് ഐ ന്യൂ ദാറ്റ് under ideal conditions, true education could be imparted only by the parents, and that then there should be the minimum of outside help. എന്താ പറയുന്നത്? ഓൺലി ദിസ് മച്ച് ഐ നോ, എനിക്ക് ഈ കാര്യം മാത്രമേ അറിയുള്ളൂ. എന്താണ്? ദാറ്റ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ, ഒരു യഥാർത്ഥ രീതിയിൽ ട്രൂ എഡ്യൂക്കേഷൻ കുഡ് ബി ഇമ്പാർട്ടഡ് ഓൺലി ബൈ പാരൻസ്. യഥാർത്ഥ എഡ്യൂക്കേഷൻ, യഥാർത്ഥ വിദ്യാഭ്യാസം എന്നുള്ളത് പാരൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ, ഇമ്പാർട്ട് ചെയ്യാൻ, ഏൽപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നൽകാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് വെൻ ദർ ഷുഡ് ബി എ മിനിമം ഔട്ട്സൈഡ് ഹെൽപ്പ്. അത് മാത്രമല്ല, പുറത്തുനിന്നുള്ള കുറച്ച് ഹെൽപ്പേ ആവശ്യമുള്ളൂ. ബാക്കി എഡ്യൂക്കേഷൻ്റെ മെയിൻ പോർഷനും ലയൺ ഷെയറും നൽകേണ്ടത് ആരാണ്? പാരൻസ് ആണ്. ഔട്ട്സൈഡിൽ നിന്ന് കുറച്ച് ഹെൽപ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതെന്താ പറയുന്നത് നോക്കാം. ദാറ്റ് ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി in which I occupied the place of father, and that I should so far as possible shoulder the responsibility for the training of the young. എന്താണ്? അപ്പോൾ ഈ ഫാം ഒരു ഫാമിലി ആയിട്ടാണ് നിലകൊള്ളുന്നത്. ഇൻ വിച്ച് ഐ ഒക്കുപ്പൈഡ് ദ പ്ലേസ് ഓഫ് ദ ഫാദർ. ആ ഫാമിലിയിൽ ഫാദറിന്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഗാന്ധിജി പറയാണ്, ആൻഡ് ദാറ്റ് ഐ ഷുഡ് so far as possible shoulder the responsibility for the training of the young. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാദറിന്റെ സ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അവർക്ക് ട്രെയിനിങ്, ആ യുവാക്കൾക്ക് പരിശീലനം നൽകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ. The conception no doubt was not without its flaws. All the young people had not been with me since their childhood. They had been brought up in different conditions and environments, and they did not belong to the same religion. How could I do full justice to the young people thus circumstanced, even if I assumed the place of a paterfamilias? എന്താ പറയുന്നത്?
പാരഗ്രാഫ് നോക്കാം. ദ കൺസെപ്ഷൻ നോ ഡൗട്ട് വാസ് നോട്ട് വിതൗട്ട് ഇറ്റ്സ് ഫ്ലോ. ഈ ഒരു തീരുമാനം, ഈ ഒരു കൺസെപ്റ്റ് എന്താണ്, ഒരു സംശയവും വേണ്ട, ഇതിന് പല ഫ്ലോട്ട്സ് ഉണ്ട്, അതായത് പല പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ, ഓൾ ദി യങ് പീപ്പിൾ ഹാഡ് നോട്ട് ബീൻ വിത്ത് മീ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഇൻമേറ്റ്സ്, ഇവിടെ അന്തേവാസികളെ, ഇവിടുത്തെ യുവാക്കളെ അവരുടെ ചെറുപ്പകാലത്ത് മുതലേ എൻ്റെ അടുത്തില്ല, വലുതായപ്പോൾ വന്നവരൊക്കെയാണ് ഉള്ളത്. They had been brought up in different conditions and environments. അവർ പല കണ്ടീഷനിലും പല സാഹചര്യത്തിലും പല പ്രകൃതിയിലൊക്കെ വളർന്നു വന്നവരാണ്. And they did not belong to same religion. അത് മാത്രമല്ല അവർ പല മതങ്ങളിൽ നിന്ന് വന്നവരാണ്. നമ്മൾ പറഞ്ഞു ഹിന്ദു, മുസ്ലിം, പാസി, ക്രിസ്ത്യൻ എല്ലാ മതത്തിൽ നിന്നുള്ള ആളുകളും ആ ഇൻമേറ്റ്സ് ആയിട്ടുണ്ട് അവിടെ. How could I do full justice to the young people? ദസ് സർക്കംസ്റ്റൻസിൽ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ അവർക്ക് ഫുൾ ജസ്റ്റിസ്, അവരെ എല്ലാ കാര്യങ്ങളും എനിക്ക് എങ്ങനെ നിറവേറ്റാൻ പറ്റും? ഈവൻ ഇഫ് ഐ അസ്യൂം ദ പ്ലേസ് ഓഫ് പാറ്റർ ഫാമിലിയാസ്, ഒരു ഗൃഹനാഥൻ്റെ ഒരു സ്ഥാനം ഞാൻ എടുത്താലും എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ, പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്, പല എൻവിയോൺമെൻറ്റ്, അതുപോലെ പല റിലീജിയനിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഒരേ രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം ഈ ചൈൽഡ്ഹുഡ് തന്നെ അവർ ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ബട്ട് ദേ ആർ ഗ്രോൺ അപ്പ്, പല ഏജിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ഒരു രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. But I had always given the first place to the culture of the herd or the building of character. And as I felt confident that moral training could be given to all alike, no matter how different their ages and their upbringing, I decided to live amongst them all the 24 hours of the day as their father. And then, but I had always given the first place to the culture of the herd or the building of character. അങ്ങനെയാണെങ്കിലും, ഇങ്ങനത്തെ സാഹചര്യം ഒക്കെ ആണെങ്കിലും ഞാൻ മുൻഗണന നൽകുന്നത് എന്തായിരുന്നു? കൾച്ചർ ഓഫ് ഹേർട്ട്, നല്ലൊരു ഹൃദയം കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ബിൽഡിംഗ് ക്യാരക്ടർ, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. ആൻഡ് ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് മോറൽ ട്രെയിനിങ് കുഡ് ബി ഗിവൺ ടു ഓൾ അലൈക്ക്. പിന്നെ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും മോറൽ ട്രെയിനിങ്, നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകാൻ എനിക്ക് സാധിക്കും. നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ഏജസ് ആൻഡ് ദിയർ അപ്ബ്രിങ്ങിങ്സ്, ഒരു പ്രശ്നമില്ല, അവർ ഏത് ഏജിലുള്ള ആളുകളാണോ, എങ്ങനെ വളർന്നു വന്നതാണോ, നോ മാറ്റർ, ഐ ക്യാൻ ഡു ഇറ്റ്. I decided to live amongst them all 24 hours of the day as their father. ഞാൻ എന്ത് ചെയ്തു, ഈ 24 hours അവരുടെ കൂടെ അവരുടെ ഫാദർ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. I regarded character building as the proper foundation for their education, and if the foundation was firmly laid, I was sure that the children could learn all other things themselves or with the assistance of friends. I regarded character building as a proper foundation. ഞാൻ എന്താണ്, ഈ വ്യക്തി വികസനം, വ്യക്തിത്വം ഉണ്ടാക്കുന്നതാണ് ഫൗണ്ടേഷൻ, അതിൻ്റെ അടിത്തറയായിട്ട് ഞാൻ കാണുന്നത്. ഫോർ ദെയർ എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്താണ്, അവരുടെ വ്യക്തി വികസനം അല്ലെങ്കിൽ വ്യക്തിത്വം നന്നാക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുക്കുന്നത്. ഇഫ് ദ ഫൗണ്ടേഷൻ വാസ് ലെയ്ഡ് ഫാമിലി, ഈ അടിത്തറ നല്ല രീതിയിൽ പാകിയാൽ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ബിൽഡിങ് അവർക്ക് നൽകിയാൽ, I was sure that the children could learn all the other things themselves or with assistance of a friend. എനിക്ക് ഷുവറാണ് എന്ത്, അങ്ങനെ ആ ഒരു ഇത് ബേസ് നൽകിയാൽ അവർ സ്വന്തമായോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പഠിക്കും. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ബട്ട് as I fully appreciated the necessity of a literary training in addition, I started some classes with the help of Mr. Kellenbeck and Sense Practi Desai. Nor did I underrate the building up of the body. എന്താ പറയുന്നത്, but as I fully appreciated the necessity of a literary training in addition. പക്ഷേ ഈ ക്യാരക്ടർ ബിൽഡിംഗ് മാത്രം പോരാ, അവർക്ക് ലിറ്റററി ട്രെയിനിങ്, അവർക്ക് മറ്റു പഠന കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, ആ ട്രെയിനിങ് കൂടെ അവർക്ക് നൽകണം. I started some classes with the help of Mr. Kellenbeck and Sense Practi Desai. കെല്ലൻബേഗിൻ്റെയും പ്രാച്ചി ദേശായിൻ്റെയും സഹായത്തോടെ ഞാൻ കുറച്ച് ക്ലാസ്സുകളൊക്കെ തുടങ്ങി. Nor I did underrate the building up of the body. അത് മാത്രമല്ല, അവരുടെ ബോഡി ബിൽഡിങ്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, മുന്നോട്ട് പോയിട്ടില്ല. അതും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. This they got in the course of their daily routine. ഈ കാര്യം, ഈ ബോഡി ബിൽഡിംഗ് എന്താണ്, അവർക്ക് അവരുടെ ഡെയിലി റൂട്ടീൻ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതെന്താന്ന് പറയുന്നുണ്ട്. For there were no servants on the farm, and all the work from cooking down to scavenging was done by the inmates. എന്താ പറയുന്നത്, അവിടെ സെർവൻസ് ഇല്ല, ജോലിക്കാരായിട്ട് ആരുമില്ല, ഫാമിൽ ജോലിക്കാരില്ല,
വർക്ക് അവിടെയുള്ള എല്ലാ വർക്കും കുക്കിംഗ് മുതൽ സ്കാവഞ്ചിങ് ക്ലീനിങ് വരെ ആരാണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഇൻമേറ്റ്സ്, ദാറ്റ് ഈസ് അന്തേവാസികൾ, അവിടെ താമസിക്കുന്ന ആളുകളാണ് കുക്കിംഗ് മുതൽ സ്കാവഞ്ചിങ് ക്ലീനിങ് വരെ ചെയ്യേണ്ടത് ആരാണ്? അവിടുത്തെ ഇൻമേറ്റ്സ് ആണ്. അതുകൊണ്ട് അവർക്ക് എക്സസൈസ്, അവർക്ക് ബോഡി ബിൽഡിങ്ങിന് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ദർ വെർ മെനി ഫ്രൂട്ട്സ് ട്രീ ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ ആസ് വെൽ. അത് മാത്രമല്ല ആ പാർക്കിൽ, ആ ഫാമിൽ കുറേ ഫ്രൂട്ട് പഴങ്ങളുടെ മരങ്ങളുണ്ട്, അതുപോലെ നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ ആസ് വെൽ. നല്ല ഗാർഡനിങ്ങും നൽകാൻ, നല്ല ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ നൽകേണ്ടതുണ്ട്. മിസ്റ്റർ കല്ലൻബാഗ് വാസ് fond of gardening and had gained some experience of this work in one of the government model gardens. മിസ്റ്റർ കല്ലൻബാക്കിനാണ് ഈ ഗാർഡനിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെയല്ല കുറച്ച് എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ട് ഈ ഗാർഡനിങ്ങിൽ ഫ്രം ഗവൺമെൻറ് മോഡൽ ഗാർഡൻസ്. ഈ ഗവൺമെൻറ് മോഡൽ ഗാർഡൻസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ കുറച്ച് എക്സ്പീരിയൻസും ഗാർഡനിങ്ങിൽ എക്സ്പീരിയൻസും നേടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളായല്ലോ. ഓക്കെ. ഇറ്റ് വാസ് ഒബ്ലിഗേറ്ററി ഓൺ ഓൾ യങ് ആൻഡ് ഓൾഡ് ഹു വർ നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. പിന്നെ ഇവിടെയുള്ള എല്ലാം, യങ് ആയിക്കോട്ടെ ഓൾഡ് ആയിക്കോട്ടെ, എല്ലാവർക്കും നിർബന്ധമാണ് എന്ത്? കിച്ചണിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ അവർ ഗാർഡനിങ് ചെയ്യണം. ഓക്കെ. നോട്ട് എൻഗേജ്ഡ് ഇൻ കിച്ചൺ ടു ഗിവ് സം ടൈം ടു ഗാർഡനിങ്. കിച്ചണിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഗാർഡനിങ് വരണം, ഗാർഡനിങ് പണിയെടുക്കില്ലെങ്കിൽ കിച്ചണിൽ വരണം, എന്തായാലും പണിയെടുക്കണം. The children had the lion's shares of this work, which include digging pits, felling timber, lifting loads. ഇവിടുത്തെ ചിൽഡ്രൻ ആണ് കൂടുതൽ. ലയൺ ഷെയർ മീൻസ് മേജർ പോർഷൻ ആയിട്ടുള്ള ജോബുകളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ കുട്ടികളാണ്. വിച്ച് ഇൻക്ലൂഡഡ് എന്തൊക്കെ ജോലികളുണ്ട്? ഡിഗിങ് പിറ്റ്സ്, കുഴികൾ കുത്തുക, ഫെല്ലിംഗ് ടിമ്പർ, മരം മുറിക്കുക, ലിഫ്റ്റിംഗ് ലോഡ്സ്, ഭാരം വലിക്കുക, ഈ ഇങ്ങനത്തെ കൂടുതൽ പണികൾ ചെയ്യുന്ന ആരാണ്? ഇവിടുത്തെ കുട്ടികളാണ്. ദിസ് ഗേവ് ദം ആംബിൾ എക്സസൈസ്. ഇത് അവർക്ക് എന്ത് ചെയ്യും? നല്ലൊരു എക്സസൈസ് അറിയില്ലേ, വ്യായാമമാണ് അവർക്ക് നൽകുന്നത്. ദേ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ വർക്ക് ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സസൈസ് ഓർ ഗെയിംസ്. ഒരു ഇതിൽ നിന്നൊക്കെ നല്ല സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണ വേറെ എക്സസൈസോ വേറെ ഗെയിംസിനൊന്നും ആവശ്യമില്ല. ഈ പണികൾ തന്നെ അവർക്ക് എന്താണ്? അവരുടെ ബോഡി ബിൽഡിങ്ങിന് ധാരാളമാണ്. ഓഫ് കോഴ്സ് സം ഓഫ് ദം ആർ സംടൈം ഓൾ ദം മാലിംഗേർഡ് ആൻഡ് ഷേർക്ക്ഡ്. തീർച്ചയായും ചില സമയത്ത് അതിലെ ഒന്നെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാലിംഗേർഡ് ആൻഡ് ഷ്രിങ്ക്ഡ്, അവരെന്ത് ചെയ്യും? അവർ മടി കാണിക്കും. അതുപോലെ അവർ രോഗമുള്ളതായിട്ട് അഭിനയിക്കും, പണിയെടുക്കാനും മടി കാണിക്കില്ല. അതൊക്കെ ചെയ്യും, അതൊക്കെ സ്വാഭാവികമാണ്. ഫാമത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Sometime I connived at their pranks, but often I was strict with them. I dare say they did not like the sickness, but I do not recollect their having resisted it. Sometime ചിലപ്പോൾ I connived at their pranks, അവരുടെ കോപ്രായങ്ങൾ, അവർ ഈ മടി കാണിക്കുന്നത് ഞാൻ പലപ്പോഴും കാണാത്ത പോലെ നിൽക്കും. But often I was strict with them. പക്ഷേ അവരോട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിരുന്നത്. I dare say they did not like this strictness, but I do not recollect their having resisted it. I dare say they did not like it. ഞാൻ പറയുന്നില്ല അവർക്ക് ഈ സ്ട്രിക്ട്നെസ് ഇഷ്ടമല്ല എന്ന് പറയുന്നില്ല. ബട്ട് ഐ ഡു നോട്ട് റീകളക്ട് their having resisted it. പക്ഷേ അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതായിട്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല, അത് എനിക്ക് ഷുവറാണ്. Whenever I was strict, I would by argument convince them that it was not right to play with one's work. ഞാൻ എപ്പോഴൊക്കെ സ്ട്രിക്റ്റ് ആവുന്നു അപ്പോൾ ഞാൻ അവരോട് പറയും എന്താണ്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കും എന്ത്, നോട്ട് റൈറ്റ്, ഇറ്റ് വാസ് നോട്ട് റൈറ്റ് ടു പ്ലേ വിത്ത് വൺസ് വർക്ക്. ഒരാളുടെ ജോലികൾ ചെയ്യും അതിൽ കളിച്ചിരിക്കൽ എന്ത് ചെയ്യുക നല്ലതല്ല എന്നുള്ളത് ഞാൻ അവരോട് പറയും. ഞാൻ സ്ട്രിക്റ്റ് ആവുമ്പോൾ the conviction would however be short-lived. The next moment they would again leave their work and go to play. പക്ഷെ എന്താണ് ഈ കൺവിക്ഷൻ, ഈ കുറ്റപ്പെടുത്തലൊക്കെ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? the next moment they would again leave their work. അവരെന്ത് ചെയ്യും? കുട്ടികളല്ല, അവരെ ജോലി ഒഴിവാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യും? കളിക്കാൻ വേണ്ടിയിട്ട് പോകും. All the same we got along, and at any rate they built up fine physique. There was scarcely any illness on the farm, though it must be said that good air and water and regular hours of food were not a little responsible for this. എന്താ പറയുന്നത്? All the same way got, ഈ കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കും. and at any rate they built up fine physique. ഏത് രീതിയിലായാലും അവരെന്ത് ചെയ്യും? നല്ല ആരോഗ്യം അവർ കൈവരിച്ചിട്ടുണ്ട്. There was scarcely any illness on the farm.
ഇവിടെ ഈ ഫാമിൽ രോഗം എന്നുള്ളത് വളരെ കുറവാണ്. So it must be said that good air and water and regular hours of food were not a little responsible for this. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എന്താണ് അവിടുത്തെ നല്ല വായുവും അതേപോലെ നല്ല ജലവും അതേപോലെ കറക്റ്റ് സമയത്തുള്ള ഫുഡും അവർക്ക് എന്തിന് ഈ രോഗമില്ലാതെ ഇരിക്കാനുള്ള ഒരു നല്ലൊരു പ്രധാന കാര്യം വഹിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എന്താ അവർക്ക് രോഗമൊന്നും ഇല്ലാതിരിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. A word about vocational training. It was my intention to teach everyone of the youngster some useful manual vocation. For this purpose, Mr. Kallenbach went to the Trappist monastery and returned having learned shoemaking. I learned it from him and taught the art of such as were ready to take it up. Mr. Kallenbach had some experience of carpentry and there was another inmate who knew it. So we had a small classes in carpentry, cooking. Almost all the youngsters knew. A word about vocational training. In vocational training, it was my intention to teach everyone of the youngsters some useful manual vocation. This is എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. അവിടുത്തെ എല്ലാ യുവാക്കളെയും എന്തെങ്കിലും ഒരു ഉപയോഗപ്പെടുന്ന വൊക്കേഷൻ അറിയില്ല, അത് കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. ഫോർ ദിസ് പർപ്പസ്, അതിന് വേണ്ടിയിട്ട് മിസ്റ്റർ കെല്ലൻബെക്ക് വെന്റ് ടു ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രി ആൻഡ് റിട്ടേൺ ഹാവിംഗ് ലേൺഡ് ഷൂ മേക്കിംഗ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കെല്ലൻബെക്ക് എന്ത് ചെയ്തു? ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രിയിൽ, ട്രാപ്പിസ്റ്റ് ആശ്രമത്തിൽ പോയിട്ട് ഷൂ മേക്കിംഗ്, ഷൂ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് വന്നു. I learned it from him and taught the art to such as were ready to take it up. ഞാൻ അത് അയാളിൽ നിന്ന് പഠിച്ചു, ആ ഷൂ മേക്കിംഗ് പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് പഠിക്കാൻ താല്പര്യമുള്ള അവർക്കൊക്കെ എന്ത് ചെയ്തു? ഷൂ മേക്കിംഗ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആയല്ലോ. മിസ്റ്റർ കെല്ലൻബാങ്ക് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി. അയാൾക്ക് എന്ത് ചെയ്തു? കാർപ്പൻട്രി, മരപ്പണിയിലും എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് അനദർ ഇൻമേറ്റ് ഹു നോ ഇറ്റ്. അത് മാത്രമല്ല, ഈ കാർപ്പൻട്രി അറിയുന്ന വേറൊരു അന്തേവാസിയും അവിടെ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. അതുകൊണ്ട് കാർപ്പൻട്രിയിലും ഒരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദി യങ്സ്റ്റേഴ്സ് നോ. കുക്കിംഗ് പിന്നെ എല്ലാവർക്കും പറയും. കാരണം പറയുന്നുണ്ട് കുക്കിംഗ് ഡൗൺ ടു സ്കാവെഞ്ചിങ് എവറി ഇൻമേറ്റ്സ് ഹാസ് ടു ലേൺ. എല്ലാ ഇൻമേറ്റ്സിനും എന്ത് ചെയ്യണം? കുക്കിങ്ങും സ്കാവെഞ്ചിങ് ഒക്കെ ചെയ്യണം, അതുവരെയുള്ള വർക്കൊക്കെ ചെയ്യണം. അപ്പോൾ കുക്കിംഗ് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ വൊക്കേഷണൽ ഉണ്ടായിരുന്നു. ഇവിടെ ഏതായിരുന്നു? കാർപ്പൻട്രി ഉണ്ട്, ഷൂ മേക്കിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ കുക്കിംഗ്. ഇതൊക്കെയാണ് എന്ത് ഗാന്ധിജി ആ ടോൾസ്റ്റോയ് ഫാമിൽ കൊടുത്തിരുന്ന വൊക്കേഷണൽ ട്രെയിനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. All this was new to them. They had never even dreamt that they would have to learn these things some days. For generally, the only training that Indian children received in South Africa was in the 3 R's. എന്താ പറയുന്നത്? All this was new to them. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പുതിയൊരു കാര്യമായിരുന്നു. ഇവിടെ ചെയ്യുന്ന ഈ ഓരോ വൊക്കേഷണൽ ട്രെയിനിങ്ങും ഇവിടുത്തെ ജോലി ചെയ്യുന്നതൊക്കെ അവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദേ ഹാഡ് നെവർ ഈവൻ ഡ്രീംഡ് ദാറ്റ് ദേ വുഡ് ഹാവ് ടു ലേൺ ദീസ് തിങ്സ് സം ഡേയ്സ്. അവരൊരിക്കലും ജീവിതത്തിൽ ചിന്തിച്ച് സ്വപ്നം കണ്ടിട്ട് പോലുള്ള അവർക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഷൂ മേക്കിങ്, കാർപ്പൻട്രി, കുക്കിങ്, അതേപോലെ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരിക്കലും അവർ ചിന്തിച്ച് സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. ഫോർ ജനറലി ദ ഓൺലി ട്രെയിനിങ് ദാറ്റ് ഇന്ത്യൻ ചിൽഡ്രൻ റിസീവ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക വാസ് ഇൻ ദ 3 R's. എന്താണ് ജനറലി സാധാരണ രീതിയിൽ ഇന്ത്യൻ ചിൽഡ്രൻസിന് സൗത്ത് ആഫ്രിക്കയിൽ ലഭിക്കുന്ന എഡ്യൂക്കേഷൻ എന്താണ്? 3 R's ആണ്. 3 R's എന്താണ്? റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്മെറ്റിക്. ഇതാണ് 3 R's. സാധാരണ ഇവർക്ക് അത് മാത്രമേ ലഭിക്കുള്ളൂ ഇന്ത്യൻ സ്റ്റുഡൻസിന്. പക്ഷേ ഇവിടെ ടോൾസ്റ്റോയ് ഫാമിൽ അവർക്ക് ക്ലാസ്സസ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വൊക്കേഷണൽ ട്രെയിനിങ്സ്, അതേപോലെ ക്ലീനിങ്, കുക്കിംഗ്, എല്ലാ എക്സ്പീരിയൻസ് അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ടോൾസ്റ്റോയ് ഫാമിൽ കിട്ടിയിരുന്നത്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. On Tolstoy farm, we made it a rule that the youngsters should not be asked to do what the teachers did not do. And therefore, when they were asked to do any work, there was always a teacher cooperating and actually working with them. Hence, whatever the youngster learned, they learned cheerfully. On Tolstoy farm, we made it rule that the youngsters should not be asked to do what the teachers did not do. ഈ ടോൾസ്റ്റോയ് ഫാമിൽ ടീച്ചേഴ്സ് ചെയ്യാത്തൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ യുവാക്കളോട് പറയില്ല. ആൻഡ് therefore അതുകൊണ്ട്
when they were asked to do any work, എന്തെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി അവരോട് പറയുകയാണെങ്കിൽ there was always a teacher cooperating and actually working with them. അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ജോലി പറയുകയാണെങ്കിൽ അവരുടെ കൂടെ എന്ത് ചെയ്യും, അവരെ സഹായിച്ചിട്ടും അവരുടെ കൂടെ ഒരു ടീച്ചർ എപ്പോഴും ഉണ്ടാകും. ടീച്ചേഴ്സ് ചെയ്യാത്തൊരു പണി അവരെ കൊണ്ട് ചെയ്യിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ ഫാമിലി ടീച്ചേഴ്സ് ഇവരെങ്ങനെ അടിമപ്പണി ചെയ്യിക്കാന്ന് വിചാരിക്കണ്ട. ഇവർ ചെയ്യുന്ന അതേ വർക്ക്, കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്ങിന് ടീച്ചേഴ്സ് ഉണ്ടാവും, സ്കാവഞ്ചിങ് ക്ലീനിങ് ആണെങ്കിൽ അവിടെയും ടീച്ചേഴ്സ് ഉണ്ടാവും. ടീച്ചേഴ്സ് അവരുടെ കൂടെ ഉണ്ടാകും. ഹെൻസ് whatever the youngsters learned, they learned cheerfully. അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾ എന്തൊക്കെ പഠിക്കുന്നു അവർ നല്ല സന്തോഷത്തോടെ നമ്മൾ കൂടെ ടീച്ചറിൽ നിന്ന് പഠിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ അവരെന്ത് ചെയ്യും, അവർ പഠിക്കും. ഓക്കെ, ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് അവർ ഗാന്ധി. ജസ്റ്റ് നമുക്ക് സമ്മറി നോക്കാം. എന്താ പറയുന്നത്, ഫസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ ഇൻവേഴ്സ് ഈ ടോൾസ്റ്റോയ് ഫാമിലി എല്ലാ കുട്ടികളുണ്ട്, ഹിന്ദു, മുസ്ലിംസ്, പാസി, ക്രിസ്ത്യൻസ് അവരെല്ലാവരും ഉണ്ട്. അതുപോലെ ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ള പ്രയാസമായിരുന്നു. കാരണം എന്താ, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് അവിടെ കുറവാണ്. അത് മാത്രമല്ല ജോഹാനസ്ബർഗിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരേക്ക് കുറച്ച് സാലറിക്ക് ടീച്ചേഴ്സിനെ കിട്ടൂല. അതുകൊണ്ട് ടീച്ചേഴ്സിനെ കൊണ്ടുവരില്ല. പിന്നെ അത് മാത്രമല്ല ഗാന്ധിജിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റൻസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അത് ശരിയല്ല എന്നാണ്. അപ്പോൾ അത് ഗാന്ധിജി എന്ത് ചെയ്തു, സ്വന്തമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അതിൽ ഇവിടെ ടോൾസ്റ്റോയ് ഫാമിലുണ്ടായിരുന്ന കെല്ലൻബേഗ്, സെന്റ് പ്രാങ്തി ദേശായി അവരൊക്കെ എന്ത് ചെയ്തു, ഇവർ ഗാർഡനിങ് അങ്ങനെ കുക്കിങ് കാര്യങ്ങൾ അതിലും അവരെ സഹായിച്ചു. അതുപോലെ പിന്നെ പറയുന്നത് അവിടുത്തെ കുട്ടികൾക്ക് എക്സസൈസിനൊന്നും എക്സ്ട്രാ ഗെയിംസിൻ്റെ ആവശ്യമില്ല, ഇവർ ഈ ജോലികളൊക്കെ കുട്ടികൾ തന്നെ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, എക്സ്ട്രാ എക്സസൈസിൻ്റെ ആവശ്യമില്ല. അത് മാത്രമല്ല അവിടെ നല്ല എയറും വാട്ടറും അതേപോലെ ഇങ്ങനത്തെ എക്സസൈസും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ രോഗങ്ങൾ കുറവായിരുന്നു. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, ഇയാളെ കെല്ലൻബേഗിനെ എന്ത് ചെയ്തു, മൊണാസ്ട്രിക്ക്, ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രിക്ക് പറഞ്ഞു വെച്ചിട്ട് അവിടെ ഷൂ മേക്കിങ് പഠിച്ചു. അതിൽ അയാൾക്ക് പിന്നെ കാർപ്പൻട്രി അറിയായിരുന്നു. അങ്ങനെ ഷൂ മേക്കിങ്, കാർപ്പൻട്രി, കുക്കിങ് ഇങ്ങനത്തെ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ അവിടുത്തെ ഇൻമേറ്റ്സിന് ആര് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവിടുത്തെ ഗാന്ധി അവിടുത്തെ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഗാന്ധിജി പറയുന്നുണ്ട് ഇവർക്ക് ഇവിടുത്തെ ഒരു എൻ്റർലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക്. കാരണം എന്തായിരുന്നു, സാധാരണ ആഫ്രിക്കയിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് 3 R's എന്താണ്, റീഡിങ്, റൈറ്റിംഗ്, അരിത്മെറ്റിക്, ഈ 3 വായന, എഴുത്ത്, മാത്തമാറ്റിക്സ് ഇത് മാത്രമേ അവർക്ക് കിട്ടലുള്ളൂ. എക്സ്ട്രാ ഈ വൊക്കേഷണൽ ട്രെയിനിങ് ഒന്നും കിട്ടലില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ ഇവർക്ക് എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫാമിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഒരിക്കലും കുട്ടികളോട് മാത്രം ഒരു ജോലി ചെയ്യാൻ പറയില്ല, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികൾ എന്തായിരുന്നു, എല്ലാ ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും നല്ല ഹാപ്പി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോൾസ്റ്റോയ് ഫാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ കമൻറ്റ് സെഷൻസ് വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദിസ് ചാപ്റ്റർ. താങ്ക് യു.